ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല എന്നുള്ള തിരിച്ചറിവ് ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അറിയോ ഞങ്ങൾ എത്ര കണ്ടതായത്, നിങ്ങൾ PDP കണ്ടില്ലേ, INL കണ്ടില്ലേ, വേറെ ചില സാധനങ്ങളെ കണ്ടില്ലേ, അതിന്റെയൊക്കെ അവസ്ഥ എന്തായിപ്പോ? ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകളോട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിക്കുന്ന, ഞങ്ങളുടെ ആശയ പ്രചരണത്തെ പോലും ഭയപ്പെടുന്ന അത്തരത്തിലുള്ള ആളുകളോട് ആമുഖമായി തന്നെ പറയാനുള്ളത്, ഇത് PDP അല്ല, ഇത് INL അല്ല, ഇത് 64 കൊല്ലമായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇവിടുത്തെ സവർണ ബ്രാഹ്മണിസം കാൽക്കീഴിലിട്ട് ചവിട്ടിയരച്ച നിങ്ങൾ ഇതിനു മുമ്പ് കണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യണ്ട. കഴിഞ്ഞ ഒരു 10-25 വർഷക്കാലമായി ഇന്ത്യ രാജ്യത്തിന്റെ ഗ്രാമ നഗരങ്ങളിൽ ഏത് തരത്തിലുള്ള ഫോഴ്സ് ഉപയോഗിച്ച് തകർത്താലും തകർക്കാൻ കഴിയാത്ത ഉരുക്കുകൊണ്ടുള്ള ഒരു അടിത്തറ പണിതിട്ടാണ് അതിന്റെ മുകളിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ പേഴ്സിൽ നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മൈക്ക് പെർമിഷൻ ഇല്ലാതാക്കിയിട്ട്, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ 2-3 സ്ഥലത്തോ നമ്മുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു വന്നാൽ അത് നടക്കുന്ന കാര്യത ആമുഖമായിട്ട് ഓർമ്മയുണ്ടാവണം. നൗഷാദ് സാഹിബ് പറഞ്ഞാൽ ഇതിവിടൊക്കെ വിട്ട് പോയി, അതാദ്യം മനസ്സിലാക്കണ്ടേ. അപ്പൊ ആളുകൾ ആദ്യം വിചാരിച്ചല്ല ഇത് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ കാണുള്ളൂ, അത് കഴിഞ്ഞ പറഞ്ഞ് കോഴിക്കോടും മലപ്പുറത്തും, പിന്നെ ചിലപ്പോ കണ്ണൂര്, ഇതിവിടെ കേരളം വിട്ടു, തമിഴ്നാട് വിട്ടു, ആന്ധ്ര വിട്ടു, ഒറീസ വിട്ടു, കർണാടക വിട്ടു, നരാധമൻ നാറിയ നരേന്ദ്രമോദി ഭരിക്കുന്ന ഗുജറാത്തിന്റെ ഭൂമികളിൽ പോലും ഇന്ന് ഈ കൊടി കാണാൻ നിങ്ങൾക്ക്, ഈ പാർട്ടിയുടെ പ്രവർത്തകരെ കാണാൻ നിങ്ങൾക്ക്. രാജ്യത്തിന്റെ ഡസൻ കണക്കിന് സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട്, സാന്ദർഭികമായി പറയട്ടെ, കഥ പിന്നെ പറയാം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനേക്കാൾ വലിയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. വെറുതെ പറഞ്ഞാൽ കേട്ടോ, അതിവിടെയുള്ള പ്രാദേശിക തലത്തിൽ നമ്മൾ പോയിട്ട് ലീഗിന്റെ ചരിത്രം നമുക്ക് പിന്നെ വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനോട് പോയിട്ട് നമുക്ക് അഭിമാനത്തോടെ ചോദിക്കാം, കേരളത്തിൽ നമുക്ക് 11 പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് കേരളത്തിൽ SDPIക്ക്, കർണാടകയിൽ 68ഓളം സീറ്റുണ്ട്, രാജസ്ഥാനിൽ 8 പഞ്ചായത്ത് നമ്മൾ ഭരിക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ 80ഓളം സീറ്റുകളുണ്ട്. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് IUML എന്ന പേരിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമില്ല. അതിനേക്കാൾ വലിയ പാർട്ടിയാണ് നമ്മൾ, അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. എന്തുകൊണ്ട് SDPI എതിർക്കപ്പെടുന്നു? എന്തുകൊണ്ട് നമുക്ക് വളപട്ടണത്ത് മന്നയിൽ മൈക്ക് സാക്ഷ്യം കിട്ടുന്നില്ല? ആലോചിക്കണ്ടേ? ആളുകൾ വിചാരിച്ചെന്താ നമ്മൾ കുഴപ്പക്കാരാണെന്നൊക്കെ ഇങ്ങനെ ആളുകൾ, ചില ആളുകൾ പറഞ്ഞ് വിശ്വസിക്കുമ്പോ അല്ലെങ്കിൽ വിചാരിക്കുമ്പോ, അതുകൊണ്ടാണോ നമുക്കിത് കിട്ടാത്തത്? അതുകൊണ്ടാണോ SDPI പറയുന്നത് മറ്റുള്ളവർ കേൾക്കരുത് എന്ന് അധികാരികൾ ഭയപ്പെടുന്നത്? അതൊന്നുമല്ല കാരണം. ഇതല്ല പ്രശ്നം. അടിസ്ഥാനപരമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇപ്പൊ ബ്രാഞ്ച് സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഏപ്രിൽ മാസങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുക. നമ്മൾ എന്താ ഈ ജില്ലാ സമ്മേളനങ്ങൾ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്? അഴിമതിയെ ചെറുക്കുക, അധിനിവേശം തുരത്തുക.